ഈ മെച്ചമാർ അങ്ങനെ നമ്മുടെ RGS മെനുവിൻ്റെ അത് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോ കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതിന് ആദ്യം തന്നെ നമ്മുടെ ആണെങ്കിൽ ഡാൻസിങ് ഫിഷിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന ഡാൻസിങ് ഫിഷിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ നമ്മുടെ ഡ്രാഗൺ വന്നിട്ടുണ്ട്, അതുപോലെ ഗോസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ പ്രീമോ ഡാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഐറ്റംസും കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഗെയിമിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് ഇന്ന് ഇവിടെ കൊടുത്തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം തന്നെ ഡ്രാഗൺ ഹെഡിൻ്റെ കാര്യം ലിങ്കും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ക്രോമിലോട്ട് വന്നതിന് ശേഷം എനിക്ക് ഈ 2 ഓപ്ഷൻസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഈ 2 ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നതാണ്. മണ്ടയ്ക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ആകുമെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് വന്നില്ലെങ്കിൽ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്കൊരു 5 സെക്കൻഡൊക്കെ കാണിക്കുന്നുണ്ട് ഡൗൺലോഡ് ആകാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ ഡൗൺലോഡ് അഗെയിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഡൗൺലോഡ് അഗെയിൻ എന്ന് കാണിക്കുന്നത് വെച്ചാൽ ഓൾറെഡി എൻ്റെ ഗെയിമിലേക്ക് എൻ്റെ ഫയലിനകത്തോട്ട് ഡൗൺലോഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഡൗൺലോഡ് അഗെയിൻ എന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും ഡൗൺലോഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് അഗെയിൻ എന്നൊന്നും കാണിക്കത്തില്ല. അപ്പോൾ എൻ്റെ ഫയൽ കാര്യങ്ങൾ അവിടെ നിന്ന് ഞാൻ പോയി ചെക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡൗൺലോഡ് സെക്ഷൻ്റെ അകത്ത് പോയി കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഫോണിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുപോയി മാറ്റിയിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ വല്ലതും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു RGS മെനുയുടെ ഫോൾഡർ തുടങ്ങിയിട്ട് അതിനകത്തോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫയലും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ സെൻഡ് ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾ നേരെ ഗെയിമിൻ്റെ അകത്തോട്ട് വരേണ്ടതാണ്. ഗെയിമിൻ്റെ അകത്താണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമ്മുടെ ഫോൺ കയറി എടുത്തതിന് ശേഷം RGS മെനു എന്ന് പറയുന്ന ഓപ്ഷനെ കയറി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിൻ്റെ ഫയലിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഫയലിലോട്ട് ചെന്നതിന് ശേഷം നിങ്ങൾ എവിടെയാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത്, ലിങ്കും കാര്യങ്ങൾ എവിടെയാണ് നിങ്ങൾ കൊണ്ടിട്ടേക്കുന്നത് വെച്ചാൽ ആ ഫോൾഡർ എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഫോൾഡർ കഴിഞ്ഞ് താഴോട്ട് പോകുന്നത്. എൻ്റെ ഡ്രാഗൺ ഹെഡ് .glb എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനെ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് നേരെ ഗെയിമിനകത്തോട്ട് വന്നപ്പോഴത്തേക്ക് അതിവിടെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഡ്രാഗൺ ഹെഡും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡ്രാഗൺ ഹെഡും കാര്യങ്ങളൊക്കെ കോപ്പിറൈറ്റ് ആയിട്ടോ ഇഷ്യൂ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. ആ ലിങ്കും കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി എടുക്കാവുന്നതാണ്. നമ്മൾ വാട്സപ്പ് ചാനൽ ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ചാനൽ കയറി വാട്സപ്പ് ചാനൽ ഉള്ളവർക്കാണെങ്കിൽ അത് ഉടനെ തന്നെ കിട്ടി കാണുമായിരിക്കും. ഇല്ലാത്തവരാണെങ്കിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ കയറി നിങ്ങൾക്ക് ജോയിനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതിൻ്റെ രീതി ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് പറഞ്ഞു തരികയാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കേണ്ടതാണ്. ഞാൻ പയ്യെ പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ലിങ്കും കാര്യങ്ങളും ഡ്രാഗൺ ഹെഡ് ആണെങ്കിലും പ്രീമോ ആണെങ്കിലും ഗോസ്റ്റ് ആണെങ്കിലും ഡാൻസിങ് ഫിഷിംഗ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എവിടെ ആയാലും നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ ക്രോമിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ക്രോമിലോട്ട് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് കാര്യങ്ങൾ കാണും. മണ്ടയ്ക്ക് ഡൗൺലോഡ് എന്ന് കാണും, താഴെ കാണും. അപ്പോൾ താഴെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ചിലവർക്കാണെങ്കിൽ ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യണോ എന്ന് ചോദിക്കുമായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തേക്ക്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഫയൽ മാനേജറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഡൗൺലോഡിൻ്റെ ഫോൾഡറും കാര്യം എടുത്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ലിങ്കും കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ടോ ഇല്ലെന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഫയലും കാര്യങ്ങളും വേണമെങ്കിൽ അവിടെ തന്നെ വെക്കാം, അല്ലെങ്കിൽ വേറെ എവിടോട്ടെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്, വേറെ എങ്ങോട്ടെങ്കിലും ഇടാവുന്നതാണ്. ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിൻ്റെ അകത്തോട്ട് കയറിയതിന് ശേഷം RGS മെനു ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലോഡ് കൊടുത്ത് ആ ഫയലിൽ കയറി ആ ലിങ്കും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2ാമത്തെ ലിങ്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. മറ്റേ ഡാൻസിങ് ടിങ്കർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ടിങ്കർ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഗോസ്റ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത്. അതിന് നമ്മുടെ പേര് പറഞ്ഞാൽ ഡാൻസിങ് ടിങ്കർ എന്നാണ് പറയുന്നത്. അപ്പം അതും ഇതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കയറി ലിങ്ക് ക്ലിക്ക് ചെയ്തു. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ എനിക്ക് ഡൗൺലോഡ് അഗെയിൻ എന്ന് കാണിക്കുന്നത് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഡൗൺലോഡ് അഗെയിൻ എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് അഗെയിൻ എന്ന് കാണിക്കുന്നതായിരിക്കും ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയതിന് ശേഷം താഴെ എനിക്കൊന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ
ഞാനാണെങ്കിൽ ഇവിടെ ഡാൻസിങ് ടിങ്കറിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ടോ നോക്കുമെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ എന്തായാലും ഗെയിമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് ഫോണും കാര്യങ്ങളും എടുത്തതിന് ശേഷം RGS മെനുവിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും എടുക്കേണ്ടതാണ്. അപ്പം നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന് നെറ്റും കാര്യങ്ങളൊക്കെ വേണം. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രം നെറ്റ് മതി. ഗെയിമിൽ കയറുമ്പോൾ നെറ്റിൻ്റെ ആവശ്യമില്ല. ലോഡ് എടുക്കുമ്പോഴും നെറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ മാത്രം നെറ്റ് മതി. അല്ലാതെ നിങ്ങൾ നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മാത്രം കയറിയാൽ മതി ഗെയിമിൻ്റെ അകത്തോട്ട്. ഇല്ലെങ്കിൽ ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഞാൻ RGS മെനുവിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നേരെ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ലെറ്റർ വൈസ് ആയിട്ട് നമുക്ക് താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഡിയുടെ സെക്ഷൻ വരുമ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും. എനിക്ക് മൂന്നാമത് വന്നിരിക്കുന്ന ഡാൻസിങ് ടിങ്കർ എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളാണ്. ഞാനത് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്ന് സെലക്ട് കൊടുത്തപ്പോഴത്തേക്ക് എനിക്കിവിടെ ഡാൻസിങ് ടിങ്കറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഡാൻസിങ് ടിങ്കറും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഈ ഗെയിമിൻ്റെ അകത്തോട്ട് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ ഇനിയും കൂടുതൽ വരാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനാണ്. അതുപോലെ ഇനി ഏതൊക്കെ ഐറ്റംസ് കാര്യങ്ങൾ കൊണ്ടുവരണം നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ പേര് ഈ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ടാമത് എന്ന് വെച്ചാൽ മൾട്ടിപ്പിളായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളാണെങ്കിൽ ആദ്യം ഏത് ഐറ്റമാണോ ആഡ് ചെയ്യുന്നത് ആ ഐറ്റം ആഡ് ചെയ്തതിന് ശേഷം RGS ടൂൾ എടുക്കേണ്ടതാണ്. RGS ടൂൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മോഡ് ഓൺ ചെയ്യാം. മോഡ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ കോപ്പി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെ കോപ്പി ഇഷ്ടം പോലെ ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് RGS ടൂൾ എടുത്തിട്ട് RGS എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മൾട്ടിപ്പിളായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്ന എന്ത് ഐറ്റമാണോ ആ ഐറ്റം മാത്രമേ നമുക്ക് ഡബിളായിട്ട് ട്രിപ്പിളായിട്ട് കിട്ടത്തുള്ളൂ. RGS വെച്ച് ടൈപ്പ് ചെയ്യുമ്പം അതാണ് നമുക്കിപ്പോൾ ഒരു മെയിനായിട്ട് ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് സൊല്യൂഷൻ ആകാൻ വേണ്ടി കുറച്ച് ദിവസം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഡെവലപ്പർ അതെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നമുക്കാണെങ്കിൽ ഇങ്ങനെ നമുക്ക് മോഡ് ഓൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. കോപ്പി ചെയ്തതിനാൽ ഇങ്ങനെ ഇഷ്ടംപോലെ ആയിട്ട് വരുന്നതായിരിക്കും. മൾട്ടിപ്പിളായിട്ട് നമുക്കിങ്ങനെ കോപ്പിയും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ആടെ കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പം നമ്മളിപ്പോൾ ഡ്രാഗൺ ഹെഡ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഡാൻസിങ് ടിങ്കറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീമോ ഡാൻസും കാര്യങ്ങളാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രീമോ ഡാൻസും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് കുറേ പേർക്ക് ഇതിനെ ഈ പ്രീമോ ഡാൻസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ എത്ര പേർക്ക് ഈ പ്രീമോ ഡാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ആടെ കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ താഴെ ഒന്നും കൂടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ഡിമാൻഡ് കാര്യങ്ങൾ കൂട്ടുവാണെങ്കിൽ അത് കൊണ്ടുവരുന്നതായിരിക്കും ആ ഒരു ഫീച്ചർ കാര്യങ്ങളും. അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നേരെ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പ്രീമോ ഡാൻസ് .glb എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കഴിയുന്ന താഴെ മണ്ടയ്ക്ക് കാണുന്നുണ്ട്. നിങ്ങൾ താഴത്തെ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ താഴെ ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഓൾറെഡി ഡൗൺലോഡ് ചെയ്തവർക്കാണെങ്കിൽ ഡൗൺലോഡ് എഗെയിൻ ആയിരിക്കും കാണിക്കുന്നത്. ചിലവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് വർക്ക് ആവാത്തവരുണ്ട്. അപ്പോൾ പുതിയ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൗൺലോഡ് എഗെയിൻ വരുന്നവർക്ക് ചിലപ്പോൾ വർക്ക് ആവാത്തായിരിക്കും ആദ്യത്തെ ലിങ്ക്. അപ്പോൾ രണ്ടാമത്തെ ലിങ്ക് കയറിയിട്ട് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് ഫയലും കാര്യങ്ങളും നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഗെയിമിൽ കയറിയതിന് ശേഷം അതിൻ്റെ അകത്ത് RGS എന്ന് പറയുന്ന ഓപ്ഷനും കാര്യങ്ങൾ എടുക്കുന്നതാണ്. RGS മെനുവും കാര്യങ്ങളൊക്കെ RGS മെനു എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ലോഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആ ലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫയലിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഫയലിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ ഏതിനകത്തൊന്നാണ് ഇട്ടേക്കെന്ന് വെച്ചാൽ അവിടെ പോയി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ ഫോണിൻ്റെ അകത്താണ് വന്ന് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഫോണിൻ്റെ അകത്ത് തന്നെ പോയി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വല്ല ബുദ്ധിമുട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി RGS മെനു എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിലോട്ട് നിങ്ങൾ ഇപ്പം എടുത്തതെല്ലാം ഡൗൺലോഡ് ചെയ്ത എല്ലാം ഫയലും കൂടെ നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പ്രീമോ ഡാൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പ്രീമോ ഡാൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞു വിട്ടാൽ നമ്മൾ RGSൻ്റെ ഒരു ടൂളും കാര്യങ്ങളും വർക്ക് ചെയ്യുന്ന കാണിച്ചു തരുന്നതാണ്. നമ്മൾ RGS ടൂൾ എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ടൈപ്പ് ചെയ്യുക. RGS എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കത് മൾട്ടിപ്പിളായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമുക്കിങ്ങനെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ പ്രീമോ മാത്രം ആഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് പ്രീമോ മാത്രം കിട്ടുന്നത്. അടുത്ത എന്തുവാണ് ആഡ് ചെയ്യുന്നത് അത് മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുന്നത്. നിങ്ങൾ മോഡ് ഓൺ ചെയ്തിട്ട് ശേഷം അതിനകത്ത് നിന്ന് കോപ്പി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മൾട്ടിപ്പിളായിട്ട് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പ്രീമോ മാത്രം ആഡ് ചെയ്തിട്ട് പ്രീമോയ്ക്കകത്ത് RGS എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടംപോലെ പ്രീമോ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡാൻസിങ് ടിങ്കർ ആണെങ്കിൽ അങ്ങനെയും വരും. അല്ലെങ്കിൽ ഡ്രാഗൺ ആണെങ്കിൽ ഡ്രാഗൺ അങ്ങനെയും വരും. അതുപോലെ തന്നെ ഫിഷിംഗ് ഡാൻസ് ആണെങ്കിൽ ഫിഷിംഗ് ഡാൻസും അങ്ങനെ വരുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം ഞാൻ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പം നമ്മുടെ പ്രീമോ ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ
തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയും ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പ്രീമിയം മാത്രമല്ല, മോഡ് ഓൺ ചെയ്യുമ്പം നമുക്ക് എല്ലാ ഐറ്റംസിൻ്റെ കോപ്പി കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കോപ്പി എടുക്കാൻ പറ്റും, അത് മൂവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഡാൻസിങ് ഫിഷിംഗ് ഡാൻസോ ഡാൻസിങ് ഫിഷിനോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ പേര് വരാം. അപ്പോൾ ഡാൻസിങ് ഫിഷനാണ് ഞാനിപ്പം ഇതിനിട്ടേക്കുന്നത്. അപ്പോൾ ഡാൻസിങ് ഫിഷ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ fishingdance.glb എന്ന് പറഞ്ഞാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ താഴത്തെ ഡൗൺലോഡോ അല്ലെങ്കിൽ മേളത്തെ ഡൗൺലോഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. ഞാനിത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ മണ്ടയ്ക്ക് എഴുതി കാണിച്ച് ഓപ്പൺ എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചത്. ഇല്ലെങ്കിൽ എനിക്ക് ഡൗൺലോഡ് അഗെയിൻ എന്ന് കാണിച്ചേനെ. ഇപ്പോൾ എനിക്കിവിടെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒറ്റ ഫയൽ മാത്രമേ ഇത് കിടപ്പുള്ളൂ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തപ്പാൻ വലിയ ഇതൊന്നും കാണത്തില്ല, സീനൊന്നും കാണത്തില്ല. അപ്പം ഞാൻ നേരെ ഗെയിമിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഗെയിമിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ട് കയറാൻ ശ്രമിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ട്രൈയും കൂടി ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ പുറത്തോട്ട് പോയതിനു ശേഷം ഫോൺ കാര്യങ്ങൾ എടുക്കണം. ഇത് നമ്മൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് എടുത്താലും കുഴപ്പമില്ല, കരയിൽ നിന്നുകൊണ്ട് എടുത്താലും കുഴപ്പമില്ല. കാരണം ഫിഷ് ആയതുകൊണ്ട് വെള്ളത്തിൽ നിൽക്കണമെന്നുള്ള നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചതെന്ന് വെച്ചാൽ ഫിഷ് വെള്ളത്തിലല്ലേ കിടക്കണ്ട, അങ്ങനത്തെ ഒരു പേരായിട്ട് അങ്ങനെ കൊടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫിഷിനെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ RGS മെനു എടുത്തു, അതിൽ ലോഡ് ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ നേരെ താഴോട്ട് പോകുന്നുണ്ട്. ഞാൻ ഫിഷിൻ്റെ തപ്പുവാണ്. ഞാൻ F ലെറ്ററാണ് നോക്കേണ്ടത്. ഫിഷിൻ്റെ എന്ന് പറയുമ്പോൾ F ആണ് എനിക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഇങ്ങനെ കിടന്ന് തപ്പുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പാട് വിടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഒരു ഫോൾഡർ ഉണ്ടാക്കി സെറ്റാക്കാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഫിഷ് കണ്ടുപിടിച്ചു, ഫിഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സെലക്റ്റിന് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സെലക്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ആണ് ഈ ഫിഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ വെള്ളത്തിനകത്തോട്ട് ഫിഷും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഫിഷ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഫിഷ് ഇപ്പോൾ കരയിലാണ് എന്ന് വെച്ചാൽ എയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഒരു ഫിഷും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണം. ഈ ഫിഷും നമുക്കിങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. RGS വെച്ചിട്ട് നമ്മുടെ RGS ടൂൾ എടുക്കുക, അതിൻ്റെ അത് RGS എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മോഡ് ഓഡ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ മോഡ് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. RGS എന്നുമ്പം നമ്മുടെ ഫോൺ എടുക്കുക, RGS ടൂൾ എടുക്കുക, RGS ടൈപ്പ് ചെയ്യുക, പിന്നെയും RGS എടുക്കുക, അല്ല ഫോൺ എടുക്കുക, പിന്നെ RGS ടൂൾ എടുക്കുക. അങ്ങനെ എടുക്കുന്നതിന് കുറച്ച് പാടായതുകൊണ്ടാണ് ഞാനിപ്പം മോഡ് ഓൺ ചെയ്തിട്ട് കുറേ കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. കോപ്പി ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെ കോപ്പി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ബെറ്ററായിട്ട് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പം ഇങ്ങനെ കോപ്പി ചെയ്യുന്നതാണോ ബെറ്റർ, അതോ നിങ്ങൾ RGS ടൂൾ എടുത്തിട്ട് RGS എന്ന് പറഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മൾട്ടിപ്പിളായിട്ട് കൊണ്ടുവരുന്നതാണോ? നിങ്ങൾക്ക് ഏതാണ് ബെറ്ററായിട്ട് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതുകൂടെ കമൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഇതിലൂടെ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുപോലത്തെ ഐറ്റംസ് ഇതിലൂടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ ഈ RGSൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ചേഞ്ചസ് കാര്യങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ അതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സീ യു ദെൻ, ബൈ.